ഹലോ ഗായ്സ്, നമ്മുടെ പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പാലക്കാട് പോകുന്നുണ്ട്. നാളെ രാവിലെയാണ് പരീക്ഷ. ഇന്ന് രാത്രിയിലത്തെ ട്രെയിനിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ആ ഒരു വീഡിയോ എടുക്കാനാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. അപ്പം കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുക, അതൊന്ന് ആ ലൈക്കും ബട്ടണും ആ സബ്സ്ക്രൈബ് ബട്ടണും ഒക്കെ ഒന്ന് 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 ഞെക്കി തരണേ. ഓക്കെ ഗായ്സ്, നമ്മൾ അങ്ങനെ ഒരു യൂബർ ബുക്ക് ചെയ്തു. നമുക്ക് വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം ഗായ്സ്. അയ്യോ, പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി ഗായ്സ്. കേരളത്തിൻ്റെ പടമൊക്കെ ഉണ്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. ഇങ്ങനെ ഓട്ടോ എടുത്തിട്ടുണ്ട് ഗായ്സ്, നമുക്ക് പോകാം. അയ്യോ, എന്ത് ബ്ലോക്കാ ഗായ്സ്, ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. ഒരുവിധത്തിൽ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും എത്തി ഗായ്സ്. ഇനി നമുക്ക് ട്രെയിനിൽ ഇവിടെ എത്തിയപ്പോഴാണ് ലൈറ്റ് ഓൺ ആയത്. നല്ല രസമുണ്ടല്ലോ. നമുക്കിറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് അവിടെ വരെ നടക്കാം ഗായ്സ്. അപ്പം നമുക്ക് ട്രെയിൻ കാത്ത് പോകുവാണ്. നമ്മളങ്ങോട്ട് പോകാം ഗായ്സ്. കുറച്ച് നേരം കാത്തിരുന്നിട്ട് അങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ മേളിലൊക്കെ കയറി. മേളിലാണ് സീറ്റ്. ഞങ്ങളുടെ സീറ്റ് വേറെ ഒരാൾക്ക് കൊടുത്തു ബുക്കിംഗ് ആയിട്ട്. അങ്ങനെ ഗായ്സ്, ട്രെയിൻ വിട്ടിട്ടുണ്ട്. പോകാം ഗായ്സ്. ആദ്യം സ്ലോ ആണെങ്കിലും കുറച്ച് സ്പീഡാകും. സ്പീഡായി ഗായ്സ്. കുറച്ചിങ്ങോട്ട് നീങ്ങിയപ്പോൾ നല്ലൊരു വ്യൂ കിട്ടി ഗായ്സ്. അങ്ങനെ രാത്രിയൊക്കെ ആയി. അപ്പം ഞാൻ ഈ വ്യൂ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഗായ്സ് എടുത്തത്. പെട്ടെന്ന് കാടുമായിട്ട് കയറി വന്നു ഗായ്സ്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തി. ഒരു റെൻറ്റ് ഫ്ലാറ്റ് ഒരു ദിവസത്തേക്കിന് എടുത്തു. അപ്പം നമുക്കതൊന്ന് കണ്ടാലോ? ബായു പോകാം ഗായ്സ്. ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ട്. റൂമിലോട്ടാണ് പോകുന്നത്. റൂം ഒന്ന് കണ്ടിട്ട് വന്നാൽ ഇതാണ് ഞങ്ങളുടെ റൂം. നമുക്ക് അകത്ത് കയറി നോക്കാം. സെറ്റാണത്. ഒരു റൂം, ഡൈനിങ് ഹോളൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ഡൈനിങ് ഹോളൊന്നും ഇല്ല, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നല്ല HD ക്വാളിറ്റി TV. ചിലവരിങ്ങനെ ഫോണൊക്കെ കാണുന്നു. പൊളി TV ആണ് ഗൈസ്. മറ്റേ ഈ സിനിമയാണ്, വിനോദയാത്രയാണ്. അപ്പം എനിക്ക് ചെറുതായിട്ട് ഉറക്കം വന്ന് ഞാൻ ഉറങ്ങട്ടെ. ഹലോ ഗായ്സ്, ഇന്നാണ് എൻ്റെ പരീക്ഷ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് പോകാം. ഗായ്സ്, പരീക്ഷയുടെ അടുത്ത് കുറേ മലകളൊക്കെ ഉണ്ട് ഈ പാലക്കാട് തന്നെ. അപ്പം ഞങ്ങൾ ഒരിടത്ത് ഇറങ്ങി വീഡിയോ എടുക്കുവാണ് ഗായ്സ്. ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴാണിത്. എന്തോരം ജീവികളാ. കോളേജിൽ തന്നെ മ്യൂസിയം. പൊള്ളി ഗായ്സ്. പിന്നെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പാമ്പൊക്കെ ഉണ്ട് ഗായ്സ്. ഇത് മുള്ളമ്പന്നിയാന്ന് തോന്നുന്നു ഗായ്സ്. മുള്ളമ്പന്നി, പാമ്പൊക്കെ ഉണ്ട്. അത് പാമ്പാണ് ഗായ്സ്. എന്തോ ആനക്കൊണ്ട പെരുമ്പാമ്പൊക്കെ ഉണ്ട് ഗായ്സ്. ഞാൻ ശരിക്കും ഞാൻ പേടിച്ചു പോയി ആദ്യം. അപ്പം താഴെ ഇവിടെ കുറേ പാമ്പുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ആ കറുത്ത പാമ്പ്, പിന്നെ ഇവിടെ എങ്ങാണ്ട് ഒരു വെള്ള പാമ്പൊക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. സെറ്റ് സാധനം. അപ്പം നമുക്ക് പോകാം. ഗായ്സ്, ഇവിടെയുണ്ട് പാമ്പ്. എൻ്റെ മോനെ, ഇതെന്താ ഇതാന്ന് തോന്നുന്നു ഗായ്സ്. ആനയൊക്കെ ഉണ്ടോ? ഇത് ഞാൻ പറഞ്ഞ വെള്ളപ്പാമ്പ്. ചുരുണ്ട് കൂടിയൊക്കെ ഇരിക്കുന്നത്. വേറെ കുറേ പാമ്പുകളും ഉണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ ഒരു ബ്ലാക്ക് പാമ്പ്. പിന്നെ ഇവിടെ ബ്ലാക്ക് പാമ്പ് തോന്നുന്നു. തലപൊക്കിയൊക്കെ നിൽക്കുന്നു ഗായ്സ്. ഗ്ലാസ് ഇട്ടുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. അല്ല, എനിക്കിപ്പോൾ ഒരു കൊത്ത് കിട്ടിയാനെ. കൈയൊക്കെ ഇട്ട് നോക്കാം. കൈ കണ്ടപ്പോൾ തന്നെ കൈ കൂടെ കയറുന്നു. തുറന്നിട്ട് എന്തുമായിരിക്കും. ഇത് മുള്ളമ്പന്നിയാണ്. പിന്നെ
വേറെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞില്ല. പിന്നെ മീനൊക്കെ ഉണ്ട്, മീനിന് വരെ റൈഡ്. പിന്നെ ഇതേ ഒരു ബ്ലാക്ക് പാമ്പ് ചുരുണ്ടിക്കൊണ്ടിരിക്കുന്നത്, വേറെ ഇത് പിങ്ക് പാമ്പ്, ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ രണ്ടാമ്പലത്തെ എന്തോ ജീവി, പിന്നെ എന്തോ മീന്. അപ്പോൾ ഗായ്സ് ഇവിടെ ടാങ്കിൽ തന്നെ ഇഷ്ടം പോലെ മീനുകളുണ്ട്, കുറേ മീനുകളുണ്ട് ഗായ്സ്. അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ്. ടാങ്കിൽ നിറയെ മീനുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അവർക്കെന്തോ പഠിക്കാൻ, ഈ മീനെ കുറിച്ച് വല്ല പഠിക്കാനായിരിക്കും ഈ കോളേജിൽ ഇങ്ങനത്തെ മീനൊക്കെ വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഗായ്സ് എന്ത് രസമല്ലേ മീനുകളെ കാണാൻ. പോവാം ഗായ്സ്. ഞങ്ങൾ ക്യാൻറ്റീനിൽ വന്നു ഗായ്സ് കഴിക്കാൻ വേണ്ടി. ഗായ്സ് കഴിച്ചിട്ടിറങ്ങിയപ്പോൾ ഈ സൈഡിൽ രണ്ട് തത്തയുണ്ട്, കുറേ തത്തകളുണ്ട് ഗായ്സ്. ഒരു വലിയ തത്ത ഉണ്ടായിരുന്നു അവിടെ, ഇപ്പോൾ പിന്നെ ഇഷ്ടം പോലെ തത്തകൾ. പൊളി ഗായ്സ്. ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗായ്സ്. നല്ല കിണ്ണൻ സ്ഥലം, നിങ്ങളും ഒന്ന് വരണം ഗായ്സ് ഇവിടേക്ക്. ഞങ്ങൾ പിന്നെ കുറച്ച് കഴിയുമ്പം മലമ്പുഴ പോകുന്നുണ്ട്. മലമ്പുഴയിൽ ഡാം കാണാൻ പോകുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് കുറച്ചും കൂടെ ജീവികളുണ്ട്, നമുക്ക് അതിനെയും കൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഗായ്സ്. ഇതെന്ത് പുലി പോലത്തെ പൂച്ച, ഞാൻ ആദ്യം വിചാരിച്ചു വല്ല പുലിയായിരിക്കുമെന്ന്. പൊള്ളി ഗായ്സ്. നമുക്കെന്നാൽ കുറച്ചും കൂടി ജീവി കണ്ടിട്ട് വന്നാലോ. ഇത് ഓക്സ്ട്രിച്ച് ആണോ ഒട്ടകപ്പക്ഷിയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ വലുതുണ്ട് ഗായ്സ്. നമുക്ക് പിന്നെ എന്തോ ഫോട്ടോയൊക്കെ ഉണ്ട്. ഇത് ഇത്ര ജീവികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഡോങ്കിയൊക്കെ ഉണ്ട്, ഹോഴ്സൊക്കെ ഉണ്ട്. ഇതാണ് ഗായ്സ് അതിൻ്റെ വലുത്. യമു ആണെന്ന് തോന്നുന്നു ഗായ്സ്. എടാ മോനെ ഒന്ന് കണ്ണുറക്കാവോ മോനെ, ഒരു പോസ്. രണ്ടെണ്ണമൊക്കെ ഉണ്ട്, 3 ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ വലുത്. 2 ഗായ്സ്. പിന്നെ നമ്മൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വെളിയിലൊന്ന് ഇറങ്ങിയതാണ് ഗായ്സ്. നല്ല സീനാണ്. ഓക്കെ, നല്ല രസമുണ്ടല്ലേ കാണാൻ, എന്ത് രസമല്ലേ എന്ത് ഗായ്സ്. ഞങ്ങളങ്ങനെ മലമ്പുഴയിൽ വന്നിട്ടുണ്ട്. ഒന്നുമില്ല, സീൻ സ്ഥലം. വരുമ്പോൾ തന്നെ ഈ ചെടികളൊക്കെയാണ് കാണുന്നത്. നമ്മൾ ഉള്ളിലോട്ട് കയറി, കാണുന്നതാണ് ഡാം. കയറുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഗായ്സ്. പിന്നെ ഇവിടെ ബോർഡൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇവിടെയൊക്കെ ഉണ്ടത്. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്, ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് ഗായ്സ്. ഗായ്സ് പൂക്കളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് എന്ത് രസമല്ലേ ഈ സ്ഥലമൊക്കെ കാണാൻ. നിങ്ങളും പാലക്കാട് വന്ന് ഈ മലമ്പുഴയൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വേണം. പിന്നെ ആ കൃഷ്ണൻ്റെ വിഗ്രഹം, കൃഷ്ണൻ പാമ്പിൻ്റെ സർപ്പത്തിൻ്റെ മണ്ടയ്ക്ക് ഓടക്കുഴലും വായിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നൊരു ശില്പമുണ്ട് ഇവിടെ. സീൻ സ്ഥലമാണ് ഗായ്സ് ഇവിടം. നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്ന് നടക്കുവാണ്. ചുറ്റിനും മലകളൊക്കെയാണ് ഗായ്സ്, കണ്ടില്ലേ. ഫുള്ളും മലകളും പൂക്കളും നിറഞ്ഞ സ്ഥലമാണ്. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കൃഷ്ണ ടാറ്റാ കൃഷ്ണ. അപ്പം നമ്മൾ ഡാം ഒന്ന് കാണാൻ പോകുവാണ് ഗായ്സ്. നമുക്ക് ആ ഡാമൊക്കെ ഒന്ന് കണ്ട് ഇവിടെയൊക്കെ ചുറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോകും ഗായ്സ്. ഡാം അടിക്കാറായി ഗായ്സ്. സന്തോഷം കൊണ്ട് ഇരിക്കാനും എന്ത് നിങ്ങളുടെ ക്യാമറ കാണുന്ന പോലെ എല്ലാം നല്ല ഹൈറ്റുണ്ട്. ഡാമിൻ്റെ പൊക്കത്ത് നിന്നെല്ലാം ഈ പാലക്കാട് മുഴുവൻ, ഈ ഗാർഡൻ മുഴുവൻ കാണാൻ പറ്റും ഗായ്സ് നമുക്ക്. ഗായ്സ് വെള്ളമൊക്കെ തുറന്നു വിടുന്ന സംഭവം. ഞാൻ ഈ ഡാമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഗായ്സ്. ഞങ്ങൾ ഇടുക്കിയിൽ ടൂർ പോയപ്പം കണ്ടില്ല. ചെറിയ പാലമൊക്കെ ഉണ്ട് ഗായ്സ്. ഇതിലും ഞങ്ങൾ കയറുന്നുണ്ട്. നമുക്ക് ആ ഡാമൊക്കെ ഒന്ന് കണ്ട് പെരുത്തി കയറാം ഗായ്സ്. അപ്പം നമുക്ക് ഡാം കാണാൻ പെട്ടെന്ന് പോകാം, നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം.
ഗായ്സ് ഈ സ്റ്റെപ്പൊക്കെ കയറി വേണം ഗായ്സ് പോകാൻ. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി പോകാം ഗായ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്കും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണേ ഗായ്സ്. അതൊക്കെ അല്ലേ ഞങ്ങളുടെ സന്തോഷം. പിന്നെ നിങ്ങൾക്കൊക്കെ ബട്ടൺ ഒന്ന് ഞെക്കിയെന്ന് പറഞ്ഞാൽ ഒന്നും പോകാനില്ലല്ലോ ഗായ്സ്. എന്ത് ഹൈറ്റാണെങ്കിലും ഇത് മേളിൽ കുറേ പേര് നിൽക്കുന്നുണ്ട്. നമുക്കെന്നാൽ അങ്ങോട്ടൊന്ന് പോകാം. എല്ലാവരും കയറി വാടേ, ഒന്ന് പെട്ടെന്ന് വാടേ ഗായ്സ്. എല്ലാവരും വരുന്നുണ്ട്. ഇത്രയും കുറച്ച് കയറിയപ്പോൾ തന്നെ ഇത്രയും കാണാമെങ്കിൽ അപ്പം അതിൻ്റെ മണ്ടയ്ക്ക് എന്തോ ആയിരിക്കും ഗായ്സ്. നമുക്കിനി ഇത്രയും കൂടെ കയറാനുണ്ട്. ഇന്ത്യയുടെ ഗായ്സ് പെട്ടെന്നൊക്കെ ഒന്ന് വാത് എനിക്ക് കാണാൻ മുട്ടി ചെയ്തിട്ട് വയ്യ. പെട്ടെന്ന് ആ സ്റ്റെപ്പ് ഗായ്സ് ഞങ്ങളങ്ങനെ മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി. എന്ത് രസമല്ലേ. നിങ്ങൾ നേരിട്ട് വന്ന് എന്നെ എക്സ്പ്ലോർ ചെയ്യണം ഗായ്സ്. എന്നാലും നിങ്ങൾക്ക് ആ ഫീൽ കിട്ടത്തുള്ളൂ. ഞാൻ അച്ഛനോട് ചോദിച്ചു ആ കാണുന്ന ഡാം വെള്ളത്തിൽ ഒന്ന് കുടിക്കാൻ പറ്റുമോ എന്ന്. അച്ഛൻ സമ്മതിച്ചില്ല ഗായ്സ്. അല്ലായിരുന്നു നമുക്ക് കുളിക്കാൻ പോകായിരുന്നു. പിന്നെ ഗായ്സ് അവിടെ കുറച്ച് പേരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇവിടെ നിന്ന് നല്ല മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. മീൻ പിടിക്കുന്നുണ്ട് ഗായ്സ്. ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഫ്രണ്ടിലെ ഗായ്സ് ഗാർഡൻ മുഴുവൻ കാണാൻ പറ്റും. എന്ത് രസം. വേലിയിൽ നല്ല കാറ്റൊക്കെ ഉണ്ട്. നിർത്താതെ കാറ്റ് വരികയാണ്. നിങ്ങൾ ഇവിടെ വന്ന് തന്നെ ഇതൊന്ന് അനുഭവിക്കണം ഗായ്സ്. ഇത് രസമാണെന്ന് നോക്കിക്കേ ഗായ്സ്. നല്ല രസമാണ്. എൻ്റെ മണ്ടക്കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു അഡ്വെഞ്ചർ ഫീലിംഗ് ഗായ്സ്. ആളുകൾ മീൻ പിടിക്കുന്നുണ്ടോ. ഇവിടുന്ന് എന്ത് ചെറുതാണെന്നറിയാം അവരെ കാണാൻ. ഞാൻ പിന്നെ സൂം ചെയ്താണ് നിങ്ങളെ ഇത്ര വലുതാക്കി കാണിച്ച. ഒരു കടുക് മണി ഓരോ ഉണ്ട് ഗായ്സ് ഇപ്പോൾ അവരെ കാണാൻ. പിന്നെ ഗായ്സ് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്. MWL എന്നെങ്ങാണ്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഗായ്സ്. ഗായ്സ് ഞങ്ങൾ ഡാമിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ നിറച്ച് കുരങ്ങന്മാരാണ് ഗായ്സ്. മരത്തിൻ്റെ മണ്ടയ്ക്ക് നിറയെ കുരങ്ങന്മാർ. ഈ കുരങ്ങന്മാർ റോഡിലോട്ടാണ് ഗായ്സ് പോകുന്നത്. പിന്നെ ഗായ്സ് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് പോകും. പക്ഷെ ഭയങ്കര ക്യൂ ആണ് ഗായ്സ്. എന്ത് ക്യൂ ആണെന്നറിയാം. നല്ല തിരക്കാണ്, ഒടുക്കത്തെ തിരക്കാണ്. അതിലേക്കൂടെ പോകാൻ നമുക്ക് പോവാം ഗായ്സ്. നല്ല സീനറി ഗായ്സ്. നമുക്കതിൽ കയറാം ഗായ്സ്. വരൂ. നല്ല രസമുണ്ട് ഗായ്സ്. നല്ല ഫീലിംഗ് ആണ്. നല്ലൊരു ഒടുക്കത്തെ ഫീലിംഗ് ആണ് ഗായ്സ്. അതിലേക്കൂടെ പോകുമ്പോൾ ഒരു രസമുണ്ട് ഗായ്സ്. എന്ത് രസമാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗായ്സ്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളും ഇവർ നല്ല പെതിയെ പോകുന്നതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗായ്സ്. എല്ലാ സ്ഥലവും കാണാൻ പറ്റുന്നുണ്ട് ഗായ്സ്. നമുക്ക് പോകാം ഗായ്സ്. അപ്പോൾ പൊക്കോളിരിക്കണം ഗായ്സ്. നല്ല രസമുണ്ട്. താഴെ മുഴുവനുള്ള എല്ലാം കാണാൻ പറ്റും ഗായ്സ്. നമ്മൾ താഴെ നിൽക്കുമ്പോൾ ആ ചെടികളുടെ എന്തോ ഉണ്ടാക്കി വെച്ചെന്ന് കാണില്ല. പക്ഷേ വെള്ളത്തും എല്ലാം നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗായ്സ്. എന്ത് രസമാണ്. നിങ്ങളും കൂടെ ഒന്ന് വരണം ഗായ്സ്. നല്ല രസമാണ്. നല്ല അഡ്വഞ്ചറും പിന്നെ നിങ്ങൾക്ക് ധൈര്യമൊക്കെ വരും ഗായ്സ്. ഇത് കയറുമ്പം നല്ലൊരു അഡ്വഞ്ചർ തന്നെയാണ്. പിന്നെ മഴ പെയ്യുന്നതുകൊണ്ടാണ്
മഴത്തുള്ളി അതുകൊണ്ട് മര്യാദക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങളും ഒരു ദിവസം പാലക്കാട് വരൂ ഗായ്സ്, നല്ല രസമാണ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഗായ്സ്, ഇങ്ങനെ എല്ലാവരും പോകുന്നു. ഒരു ഫോട്ടോ എടുത്താണ് ഗായ്സ്. ഹായ് ഡാമൊക്കെ മേളിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തതാണ്. നല്ല രസമില്ലേ ഗായ്സ്. നമ്മളിങ്ങനെ പോകുവാണ് ഗായ്സ്, നല്ല രസമുണ്ട് ഗായ്സ്. കാടിൻ്റെ ഇടയിൽ കൂടെ വെള്ളത്തിൻ്റെ മണ്ടക്കൂടെ ഒക്കെ പോകും ഗായ്സ്. നമ്മളുടെ താഴെ ഫുള്ളും വെള്ളമാണ്. കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒരു പേടിയൊക്കെ വരും ഗായ്സ്. ഫോണൊക്കെ താഴെ പോകുമെന്നുള്ള പേടിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. നല്ല എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഭംഗി ഒരു രക്ഷയില്ല ഗായ്സ്. ഇതൊക്കെ നേരിട്ട് വന്ന് അനുഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടുകൂടെ നിങ്ങൾ വരേണ്ട ഇതിന് വേണ്ടി കൂടെയാണ് ഞാൻ ഈ വീഡിയോ തന്നെ എടുക്കുന്നത് ഗായ്സ്. ഇടയ്ക്ക് ഇങ്ങനെ നിർത്തും, ഇടയ്ക്ക് പോകുകയും ചെയ്യും. എൻ്റെ അനിയത്തി അവിടെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവൾ തിരിഞ്ഞ് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഇരിക്കുക ഗായ്സ്. നിങ്ങൾ ഈ കാണുന്ന മാത്രമല്ല, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം. ഇടയ്ക്കൊക്കെ എനിക്ക് ലൈക്കും കുറവാണ്, സബ്സ്ക്രൈബേഴ്സും കുറവാണ്. അത് നിങ്ങളൊന്ന് കൂട്ടിത്തരണം. പിന്നെ കാണുക മാത്രമല്ല, നിങ്ങൾ വരുകയും ചെയ്യണേ പാലക്കാട് ഇടയ്ക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസായിട്ട്. സോറി ഗായ്സ്, ഇടയ്ക്ക് കൈയൊക്കെ ഒന്ന് വന്നു, അതൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കണേ ഗായ്സ്. പിന്നെ ഈ വീഡിയോ മുഴുവൻ കാണാതെ ആരും പോകരുതേ. ആദ്യം പറയാൻ പോയവരുണ്ടെങ്കിൽ ഒന്ന് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കണ്ടു, കുറച്ച് മൃഗങ്ങളെ കണ്ടു. നമ്മൾ മേളിലിപ്പോൾ കറങ്ങുന്നു ഗായ്സ്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗായ്സ്. ഇപ്പം ഡാമിങ്ങനെ തുറന്ന സീൻ, നേരിട്ട് വെള്ളത്തിലോട്ട് ടെററല്ലേ. ഡാം പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇതിൻ്റെ മണ്ടക്കാൻ ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല. അത്രയ്ക്ക് ഹൈറ്റാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ അവിടെ എത്താറായി. നിങ്ങൾ ആദ്യം കയറുമ്പോൾ ചെറിയൊരു പേടി കാണും, പക്ഷെ കയറി കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് പോകാൻ ഇത് തോന്നും ഗായ്സ്. താഴെ ഫുൾ ആമ്പലൊക്കെയാണ് സീൻ ഗായ്സ്. അപ്പം നമുക്ക് ഇനി നമ്മൾ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് ഞാൻ ഇറങ്ങിയെന്നുള്ള വീഡിയോ ഇതിൻ്റെ അകത്തില്ല. അപ്പം മറ്റുള്ളവർ ഇറങ്ങുമ്പം ഞാൻ കാണിച്ചു തരാം. ഓടി ഇറങ്ങണം ഗായ്സ്. സൈഡിലോട്ട് ഇത് നിർത്തുകയില്ല. ഇടയ്ക്ക് നിർത്തുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ കയറാൻ ഞാനിരിക്കും. അപ്പം ഇറങ്ങുന്നതെന്ന് കാണിച്ചു തരുന്നു ഗായ്സ്. കാണിച്ചു തരാം, പിടിക്കണ്ട. ഇപ്പം തന്നെ കാണിച്ചു തരാം. നമ്മൾ ഇറങ്ങാറായി. അപ്പം ഗായ്സ് നമ്മളിറങ്ങി. ഇനി അടുത്തവർ എങ്ങനെ ഇറങ്ങുന്നതെന്ന് നോക്കിക്കോ ഗായ്സ്. ഇത് ഞങ്ങളുടെ കസിനാണ്. കണ്ട എല്ലാവരും ഓടിപ്പോണം, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകും നമ്മളെ. അപ്പോൾ ഗായ്സ് അടുത്തവരും വരുന്നുണ്ട്. ഇതാരാന്ന് എനിക്കറിഞ്ഞൂടെ ഗായ്സ്. പുറകിന് വരുന്നതായി. ഇതും എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയും ഹസ്ബൻഡുമാണ്. അവരിപ്പോൾ ഇറങ്ങുന്ന കണ്ടോണം ഗായ്സ്. ഓടി വാ. ഓടിക്കോ. ഓക്കെ, അപ്പം നമുക്ക് വേറെ ആരുമില്ല, നമുക്ക് പോകാം. മലമ്പുഴ ഗായ്സ്. ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. ഫുള്ള് ലൈറ്റ് സെറ്റിങ്സും. എനിക്ക് സീറ്റ് കിട്ടി ഗായ്സ്. നമ്മളിവിടെ വന്ന കുറച്ച് പേരൊക്കെ നിൽക്കുകയാണ് ഗായ്സ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊന്നും കാണുന്നില്ല, നിന്നവരൊക്കെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഓക്കെ,
ഗായ്സ് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമുക്കിനി വല്ലതും കഴിക്കാൻ പോകാം ഗായ്സ്. ഓക്കെ അതിൻ്റെ പൊന്നു ബസ്സുകാരെ ഒന്ന് ഇടിക്കല്ലേ. ഓക്കെ എന്നൊക്കെ ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറാം. നിറയെ മീനുകളുണ്ട് ഗായ്സ് ഇവിടെ. കാണിക്കേ അങ്ങനെ തന്നെ. അപ്പം ഗായ്സ് ഞങ്ങൾ കഴിക്കാനിരുന്ന് ഗായ്സ്. നിറച്ച് മീനുകളും നല്ല രസമാണ് ഇവിടെയൊക്കെ വന്ന് കഴിക്കുമ്പോൾ ഗായ്സ്. ഗായ്സ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഓട്ടോയിൽ DJ ഡാൻസ് കളിക്കുന്നത്. ഗായ്സ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല വൈബ് ഓട്ടോയായിരുന്നു ഞങ്ങൾ വന്നതിപ്പം. സീൻ ഓക്കെ. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടെങ്കിലും വെയിറ്റിംഗ് റൂമിലാണ് ഞങ്ങൾ ഇരുന്നത്. 1 മണിക്കാണ് ഗായ്സ് ട്രെയിൻ. സോറി ഗായ്സ്, ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് യൂബർ പിടിച്ച വീട് വരെ പോകുകയാണ് ഗായ്സ്. ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ഗായ്സ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ഗായ്സ് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ്. നമുക്കെന്നാൽ പോകാം. ഞങ്ങൾ വന്ന കാറാണ് കിടക്കുന്നത്. കിടക്കുന്നു. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. 5:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ വന്നത്. രാവിലെ വെളുപ്പിന് 5:30. നല്ല സുഖം ഉറക്കമാണ് ഗായ്സ്. നിങ്ങൾക്ക് ഈ ട്രിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കണ്ട. ഇതുപോലത്തെ പുതിയ വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ.